നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരമാണല്ലോ എങ്ങും എവിടെയും ചർച്ചാ വിഷയം. റഫറി അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് നിന്നെന്നും അങ്ങനെ ഈജിപ്തിൻ്റെ ഒരു ഗോൾ ഡിസലവ് ചെയ്തെന്നും അവസാനം സലയെ ഫൗൾ ചെയ്ത് പെനാൽറ്റി കൊടുക്കാതെ മറുഭാഗത്ത് ഗോൾ അനുവദിച്ചെന്നും അങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ട് ഇതിൽ. അങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. നമ്മളത് എന്താണെന്ന് എടുത്ത് നോക്കി പരിശോധിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും തർക്കവുമാണ്. അത് ആഗോളതലത്തിലും അങ്ങനെ തന്നെയാണ്. വലിയ രൂപത്തിൽ വാർത്തകൾ, വലിയ അനലിസ്റ്റുകളൊക്കെ ഇരുന്നിട്ട് ഇതിങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഈജിപ്തിൻ്റെ തന്നെ കളിക്കാരൻ സീക്കോ കളി കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് കൃത്യമാണോ അല്ലെന്നുള്ള വേറെ കാര്യം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് ഇങ്ങനെയാണ്: അത് ഈ വേൾഡ് കപ്പ് ഓൾറെഡി റിഗ്ഡാണ്. ഞാൻ അർജൻറ്റീന അഭിനന്ദിക്കുകയാണ്, അവർ വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അവരുടെ കോച്ചും പറഞ്ഞു, ഇത് മെസ്സിക്കും പണത്തിനും വേണ്ടി നടത്തുന്ന വേൾഡ് കപ്പാണ്, അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. കൂടാതെ ഈജിപ്ഷ്യൻ FA ഈ റഫറിക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയാളെ മാറ്റി നിർത്തണം, ഇനിയുള്ള മത്സരങ്ങൾ അയാൾ റഫറി ആവാൻ പാടില്ല, അയാളെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം ഈ കളിയിലെ സംഭവങ്ങൾക്ക് എന്നാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്? ഒരു 3-4 കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിക്കുന്നു, എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതുപോലെ ചില റഫറിങ് എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഏതാണ്ട് ഒരു വ്യക്തത ലഭിക്കുമെന്ന് കരുതുന്നു. എന്നാലും ഇത് ഫാൻ കണ്ണിലൂടെ കാണുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും വരും. നമ്മൾ ഏതായാലും ഈ എക്സ്പെർട്ടുകളുടെ വാദങ്ങളും എല്ലാം ഒന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും അധികം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സലായെ അവിടെ ഫൗൾ ചെയ്തു പെനാൽറ്റി ബോക്സിൽ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. ആൽവരസ് ഫൗൾ ഓൺ സല എന്ന രൂപത്തിൽ അവിടെ യഥാർത്ഥത്തിൽ കാല് ക്ലട്ടർ ചെയ്തിട്ടുണ്ട്. അൽവാരസിൻ്റെ കാലും അതുപോലെ തന്നെ സലായുടെ കാലും തമ്മിൽ ക്ലട്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് അൽവരസ് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. ദെൻ സല ഗെറ്റ് നട്ട് ബഗ്ഡ്. ബോൾ സലയുടെ പുറകിലാണ് നിൽക്കുന്നത്. അതിനുശേഷം കാലുകൾ തമ്മിൽ അവിടെ ക്ലട്ടർ ചെയ്യുന്നുണ്ട്. അൽവാരസ് ബോളുമായിട്ട് അങ്ങ് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അത് ഫൗളല്ല എന്നാണ് റഫറി വിധിച്ചത്. അപ്പോൾ അതിലുള്ളൊരു കാര്യം, അൽവാരസ് ആദ്യം ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ ഒരു കോൺടാക്റ്റ് അവിടെ സംഭവിക്കുന്നു. അത് നോൺ പണിഷബിൾ ആയിട്ടുള്ള കോൺടാക്റ്റ് ആണ് എന്ന് പറയാം. കാരണം ബോൾ ഓൾറെഡി വിൻ ചെയ്തതാണ്, ഇൻറ്റൻഷനലായിട്ട് സംഭവിച്ചതല്ല. സോ അതിൽ മറ്റ് ആവശ്യങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല സലാക്ക ബോളിൻ്റെ മേലൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. അൽവരസ് ബോൾ എടുക്കുകയും അദ്ദേഹം അതുമായിട്ട് തൻ്റെ നീക്കം മെനയുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹുലിൻ ഓൾറെഡി വൺ ദി ബോൾ. സല പിന്നെ അദ്ദേഹത്തിൻ്റെ കാലുമായിട്ട് കൊളൈഡ് ചെയ്തതാണെന്ന് പറയാം. അതല്ല, ആ ഒരു പൊസിഷൻ എടുക്കുന്നതിന് മുമ്പാണ്, അതായത് ഹുലിൻ ആൽവരസ് ബോൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പാണ് ആ ഒരു ഹിറ്റ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സാങ്ഷനബിൾ ആകുമായിരുന്നു, അല്ലെങ്കിൽ വാർ ചെക്ക് ചെയ്യുമായിരുന്നു. സോ ആ കോണ്ടാക്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ആഫ്റ്റർ വിന്നിങ് ദി ബോളാണ്, ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് ഇൻസിഡൻ്റൽ. സോ അതൊരു ഫൗളായിട്ട് വിധിച്ചിട്ടില്ല. ഇതാണ് റഫറിയുടെ ഒരു തീരുമാനം. അത് തന്നെയാണ് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു പ്ലേ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുക. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈജിപ്ഷ്യൻ താരങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഇമ്മീഡിയറ്റ്ലി റിയാക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സല അവിടെ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതും ഞാൻ മറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ. നേരത്തെ ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻസിഡൻ്റലി കാല് ക്ലട്ടർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് റഫറി അത് ഫൗൾ വിധിച്ചില്ല. എന്നാൽ ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ റഫറിങ് എക്സ്പെർട്ടുകൾക്കുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇതിനോട് തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയം കൂടി ഉണ്ടല്ലോ, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ റഫറിങ് എക്സ്പെർട്ടിൻ്റെ വിശകലനത്തിലേക്ക് വരാം. പിന്നെ മറ്റൊന്നുള്ളത്, മറ്റൊരു പെനാൽറ്റി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് അവർ പറയുന്നത്, അതായത് ഈജിപ്ത് പറയുന്നത് ഇതേപോലെ തന്നെ ഫാറ്റിയെ മെക്കലിസ്റ്റർ ബോക്സിൽ വെച്ചിട്ട് ഗ്രാബ് ചെയ്യുന്നുണ്ട്. ഷർട്ട് പിടിച്ച് വലിച്ചിട്ടും ഞങ്ങൾക്ക് പെനാൽറ്റി തന്നില്ല എന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ കോച്ച് പറയുന്നുണ്ട്. ആ വിഷയമാണത്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഷർട്ട് വലിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു സ്ലൈറ്റ് ഗ്രാബായിരുന്നു. അതിന് സാധാരണഗതിയിൽ പ്ലെയറുടെ ആക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഫാറ്റിയുടെ ആക്ഷനെ തടയുന്ന തരത്തിലുള്ളൊരു ഗ്രാബായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
മാത്രമല്ല ആ ഒരു ഗ്രാബ് വന്നപ്പോഴേ ഫാത്തി നിലത്ത് വീഴുകയും ചെയ്തു. മാത്രമല്ല മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു സംഭവം നടക്കുന്നത് ബോക്സിൻ്റെ ഏതാണ്ട് എഡ്ജിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബോൾ ഈ രണ്ട് താരങ്ങളുടെയും കൈവശമല്ല, അത് കുറച്ചുകൂടി അപ്പുറത്താണ് ഉണ്ടായിരുന്നത് എന്നതും ഒരു വിഷയമാണ്. സോ അതൊരു സോഫ്റ്റായിട്ടുള്ള ഒരു ഒരു ഗ്രാബാണ് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അവിടെ ബോൾ അവരുടെ കൈ അടുത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പെനാൽറ്റി കൊടുത്തേനെ. പക്ഷേ ബോൾ അവിടെ ആയിരുന്നില്ല എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ അതാണ് ആ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈജിപ്തിൻ്റെ ഗോൾ ഡിസലവ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഗോള്, മൂന്നാമത്തെ ഗോൾ കൂടി അവർ നേടിയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് കളി അവരപ്പോഴേ തീരുമാനമാക്കിയേനെ. അത് ഡിസലവ് ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. ഫൗള് വിധിച്ചു. അത് ലിസാൻഡ്രോ മാർട്ടിനസിൽ നിന്ന് ബോൾ എടുത്ത് പോവുകയാണ് ചെയ്തത്. ആറ്റിയാണ് ലിസാൻഡ്രോ മാർട്ടിനസിൽ നിന്ന് ആ ബോൾ എടുക്കുന്നത്. എന്നിട്ട് ആ ബോൾ കണ്ടിന്യൂ ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഒരു അറ്റാക്കായിട്ട് മാറുകയും അപ്പുറത്ത് ഗോൾ അടിക്കുകയുമാണ് ചെയ്തത്. സോ അതൊരു ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള സ്റ്റോമ്പൊന്നുമല്ല, മനഃപൂർവ്വം പോയിട്ട് ചവിട്ടിയതൊന്നുമല്ല. എന്നാൽ അവിടെ ഉള്ളത്, ആ സമയത്ത് ബോൾ ഉള്ളത് ലിച്ചയുടെ കയ്യിലാണ്, ലിച്ചയുടെ കാലിലാണ്. ആ സമയത്താണ് ലിച്ചയുടെ മറുഭാഗത്തുള്ള കാലിൽ, ഏത് കാലിലാണോ ബോൾ ഉള്ളത് ആ കാലല്ല, മറ്റേ കാലിൽ ഈ ഒരു സ്റ്റോമ്പിങ് വരുന്നത്. ആ സ്റ്റോമ്പിങ് വന്നതോടുകൂടി ആ ഒരു സ്ട്രൈഡ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെയായി. അദ്ദേഹത്തിൻ്റെ അഡ്വാൻസിങ് ഇല്ലാതെയായിട്ട് അദ്ദേഹത്തിന് കൺട്രോൾ പോവുകയും മറ്റുള്ളവർ ബോൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഗോൾ ഡിസലവ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്റ്റോമ്പിങ് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ബോൾ പോയി, അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്റ്റോമ്പിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിസ്പൊസിഷൻ നടക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത സംഭവിച്ചതായിരിക്കും, ബട്ട് അത് ഡയറക്റ്റ്ലി ഗോളിലേക്ക് വഴിവെക്കുന്ന നീക്കമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് റഫറി അത് ഫൗൾ വിധിച്ചത്. സോ അത് ഒരു വാർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഫൗൾ വിധിക്കുന്നത്. മറുഭാഗത്ത് സലയുടെ കാര്യത്തിൽ അങ്ങനെ വാർ ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതുമാണ് വിഷയം. പിന്നെ ആ ഒരു ഷർട്ട് ഗ്രാബിൻ്റെ സമയത്തും വാറൊന്നും വേണ്ട വിധത്തിൽ ഇടപെടുന്നുമില്ല. അപ്പോൾ അതാണ് അതിലൊരു വിഷയം. സോ ഈ ലിച്ചയുടെ കൺട്രോൾ പോകുന്ന തരത്തിലാണ് ആ സ്റ്റോമിങ് വന്നത്. ഇതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ റഫറിങ് എക്സ്പേർട്സ് ഈ വിഷയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടി നമ്മൾ നോക്കുകയാണ്. പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണം. റെനാറ്റ റിയോള്, ESPNൻ്റെ റഫറിങ് എക്സ്പേർട്ട്, അദ്ദേഹം ഈ വിഷയം എടുത്ത് പറഞ്ഞത്, റഫറി ഈ കളിയിൽ ഹൈ സ്റ്റാൻഡേർഡാണ് ഫൗളുകൾ അവാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില ഇൻഫ്രാക്ഷൻസ് വിളിക്കേണ്ടതുണ്ടായിരുന്നില്ല. അത് ഒരു ഇമ്പാക്റ്റ്, അത് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കൺസിഡർ ഇഫ് ഇറ്റ് ജനറേറ്റ് ഇമ്പാക്റ്റ്. കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് അവിടെ നടന്നത് നോക്കിയിട്ടാണ് ഫൗൾ വിളിക്കേണ്ടത്. സ്റ്റോംബ് റെക്ലെസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടിയിരുന്നത്. അപ്പോൾ റഫറി ഈ കളിയിൽ അതുവരെ അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അത് ഫൗളല്ല. ഈജിപ്തിൻ്റെ ഗോൾ നിലനിൽക്കേണ്ടതാണ്. ദി ഇഷ്യൂ ഈസ് വെദർ വാർ അണ്ടർസ്റ്റാൻഡ് ദിസ്. അതാണ് ചോദ്യം. വാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സോ ഈ ഒരു സമയത്ത് റിവ്യൂവിന് ഇൻ്റർവെൻ വാർ വിളിക്കേണ്ടതുണ്ടോ, സജസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ശരിയാണ്, അവിടെ ഒരു ഇൻഫ്രാക്ഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും ഒരു റിവ്യൂവിന് വേണ്ടതായിട്ടുള്ള ഒരു എററായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. സോ വിത്തിൻ ദി ക്രൈറ്റീരിയ ദി റഫറി അഡോപ്റ്റഡ് ഓൺ ഫീൽഡ്, ദാറ്റ്സ് വെയർ ഐ തിങ്ക് വാർ ഫെയിൽഡ്. ദി ക്രൈറ്റീരിയ ഫോർ അവാർഡിങ് ഫൗൾ ആർ ഹൈ ആൻഡ് വാർ ഈസ് ഇൻ ഇൻ്റർവെനിങ് ഓൾ ദി ടൈം എന്നുകൂടി അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗോൾ യഥാർത്ഥത്തിൽ ഡിസർവ് ചെയ്യാൻ വേണ്ട മാത്രമുള്ള ഒരു ഫൗൾ അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഏതായാലും ഈജിപ്ത് അതിനുശേഷം പിന്നെ ഒരു ഗോൾ അടിക്കുകയും 2-0 മുന്നിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഗോൾ ഡിസലവ് ചെയ്തത് കൊണ്ടല്ല ഈ കളി മാറിയത് എന്നുള്ളത് വേറെ കാര്യം, അത് മറുഭാഗത്ത് സംഭവിച്ചു. പക്ഷേ ഇപ്പം നമ്മൾ എടുത്ത് പരിശോധിക്കുന്നത് മറുഭാഗത്ത് സലയുടെ കാര്യത്തിൽ സംഭവിച്ചതും ഇവിടെ സംഭവിച്ചതും രണ്ടിനും രണ്ട് തരത്തിലുള്ള ഒരു സമീപനമാണ് റഫറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് അതിൽ വിഷയം. പക്ഷേ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സലയുടെ കാര്യത്തിൽ ബോൾ അദ്ദേഹത്തിൽ നിന്ന് ഓൾറെഡി ഡിസ്പോസസ്ഡ് ആയിരുന്നു. എന്നാൽ ലിച്ചയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ ഉള്ളപ്പോഴാണ് ആ ഒരു സ്റ്റോമ്പിങ് സംഭവിച്ച് അദ്ദേഹത്തിന് കൺട്രോൾ നഷ്ടപ്പെടുന്നത്. ദെൻ ഇനിയുള്ള ചോദ്യം, അർജൻറ്റീനക്ക് യെല്ലോ കാർഡ് കാണിക്കാൻ റഫറി മടിച്ചു എന്നുള്ളതാണ് മറ്റൊരു സംഭവം. അതൊരർത്ഥത്തിൽ ശരിയാണ്. അർജൻറ്റീനൻ താരങ്ങൾ കൂടുതൽ യെല്ലോ കാർഡുകൾ അർഹിച്ചിരുന്നു. അത് ഒന്ന് റൊമേറോ, മോളിന, ഇവരെല്ലാം യെല്ലോ കാർഡ് അവരുടെ ചലഞ്ചുകൾക്ക് അർഹിച്ചിരുന്നു. പക്ഷേ റഫറി അത് കൊടുക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ കൂടി അതിലുണ്ട്. ഇനി അർജൻറ്റീനയ്ക്ക് കൊടുത്ത പെനാൽറ്റി,
അർജൻറ്റീനയെ കൊടുത്തുള്ള പെനാൽറ്റിയെക്കുറിച്ചും ചിലർ വിവാദം പറയുന്നുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഒരു കൃത്യമായിട്ടുള്ളൊരു പെനാൽറ്റി ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ക്ലിയർ പെനാൽറ്റിയാണ്. മെസ്സി പിന്നീട് അത് മിസ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാത്ത രൂപത്തിൽ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല ആളുകൾ എന്ന് മാത്രം. അപ്പോൾ ഇതിൽ റഫറിങ് കോൺട്രവേഴ്സീസ് ഉണ്ട്, പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.